കുറച്ചധികം ആളുകളുണ്ടെന്ന് പറയുന്നു. എന്താണ് ഒരു മേയർക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അതെ, വളരെ ദാരുണമായൊരു സംഭവമാണ് ഇന്നിവിടെ നടന്നത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിമരുന്ന് ശാലയ്ക്കാണ് തീ പിടിച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്ന അപകട സ്ഥലത്ത് നിന്നുകൊണ്ടാണ്. തീ അണയ്ക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. വെടികൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു 8ഓളം പേര് മരണം സ്ഥിരീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 9ഓളം പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇപ്പോൾ നമ്മുടെ ഫയർഫോഴ്സുകാർ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ഈ അപകട സ്ഥലത്ത് രക്ഷാപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. തീയണയ്ക്കാൻ ഒരു വശത്ത് ശ്രമങ്ങൾ നടത്തുന്നു. പരിക്കേറ്റവരെ ഇനിയും രക്ഷാപ്രവർത്തനങ്ങൾ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഏകദേശം 40ഓളം പേര് 23 ആളുകളെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി 23 ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഒരു ഔദ്യോഗികമായ കണക്ക് പറയുകയാണ്. 23 ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഗുരുതരമാണെന്നാണ് നമ്മുടെ കണക്കിലിപ്പോൾ? 5 പേരുടെയാണ് ഞാൻ കേൾക്കുമ്പോൾ മരണം സ്ഥിരീകരിച്ചത്. ബാക്കി 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അറിയിക്കാനുള്ളത്. നമ്മോടൊപ്പം DCC അധ്യക്ഷൻ കൂടി ചേരുന്നുണ്ട്, ശ്രീ ജോസഫ് ടാജറ്റ്. നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പൂരത്തെ വരവേൽക്കാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ഓടിയെത്തേണ്ടി വന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ആരും പ്രതീക്ഷിച്ചതല്ല. എനിക്ക് തോന്നുന്നത് വളരെ കഠിനമായ ചൂടിൻ്റെ അതിലൊക്കെ എന്തെങ്കിലും സംഭവിച്ചാവുന്നതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ 40 പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് രാവിലെ ഭക്ഷണം കൊണ്ടു കൊടുത്തവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ ദാരുണമായി പോയി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.